ഈശോമിശിഹായ്ക്ക് നമ്മളിന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 70-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് 2-ാമത്തെ വാല്യത്തിലെ 10-ാമത്തെ ഭാഗവുമാണ്. ഇതിന് നമ്മൾ തിരഞ്ഞെടുത്തത് ആ 2-ാമത്തെ വാല്യത്തിലെ 54-ാമത്തെ അധ്യായമാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടു ഈശോ ആ ദേവാലയത്തിൽ ഒരുപക്ഷെ അതൊരു കൊടുങ്കാറ്റ്, കോളിളക്കം, ഒരു ഭൂമി കുലുക്കം, ഒരു ഇടിമിന്നൽ, ഇതിൻ്റെ എല്ലാം അനുഭവം അത് ഈശോ കൊടുത്തതിൻ്റെ പുറകിലുള്ളത് ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുക എന്നുള്ള ഉദ്ദേശമായിരിക്കാം. പക്ഷേ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ പറ്റും. പക്ഷെ ഉറക്കം നടിക്കുന്നവരെ, ഉറങ്ങുകയാണെന്ന് എന്തു നടന്നാലും സാരമില്ല എന്ന് ഭാവിക്കുന്നവരെ ഉണർത്താൻ, അപ്പം ഇതിൻ്റെ വിഷമവുമായി ഈശോ താമസിക്കുന്ന ആ കൊച്ചു വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഈശോ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ വന്ന് ജോണിനോട് പറയുന്നു, നിൻ്റെ സ്നേഹിതനെ അന്വേഷിച്ച് 2 പേര് വന്നിട്ടുണ്ട്. അവരാരാണെന്ന് എനിക്കറിയില്ല. അവർ ദേവാലയത്തിൽ നിൻ്റെ പ്രസംഗം കേട്ടവരാണെന്ന് പറഞ്ഞു. അതിലൊന്ന് യൂദായിൽ നിന്നുള്ളവന് വസ്ത്രധാരണം കൊണ്ട് മനസ്സിലാകും. മറ്റേ ആളിനെ ഞാൻ ചോദിച്ചില്ല. 3-മതൊരാളും കൂടിയുണ്ട്. അതൊരു കുഷ്ഠരോഗിയാണെന്ന് തോന്നുന്നു. അവന് ആ തോടിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ മേലാതെ അവിടെ നിൽക്കുകയാണ്. ഈശോ ഇത് കേട്ടിട്ട് പറയുകയാണ്, എന്നാൽ നമുക്ക് ആദ്യം ആ കുഷ്ഠരോഗിയുടെ അടുത്തേക്ക് തന്നെ പോകാം. ആ കുഷ്ഠരോഗി തീഷ്ണനായ സൈമൺ, പിന്നീട് ഈശോയുടെ ശിഷ്യനാകുന്ന ആ തീഷ്ണനായ സൈമണാണ്. ഈശോ സൈമണിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സൈമൺ വിളിച്ചു കൂവുന്നുണ്ട്, അടുത്തു വരരുത്, എന്നോട് കരുണ കാണിക്കണം, എന്നെ കല്ലെറിയരുത്, കൊല്ലരുത്. ഞാൻ നിൻ്റെ ആ ദേവാലയത്തിലുള്ള പ്രസംഗത്തെക്കുറിച്ച് കേട്ടു. നീ അവിടെ പറഞ്ഞു ഒരു ചിഹ്നം ഞാൻ ഉയർത്തും. ആ ചിഹ്നം ധാരാളം ആൾക്കാരെ സൗഖ്യം നൽകും. അതുപോലെ ആത്മാവിന് സൗഖ്യം നൽകും, ശരീരത്തിനും മനസ്സിനും സൗഖ്യം നൽകും. ഞാനൊരു രോഗിയാണ്, മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന രോഗിയാണ്, എന്നോട് കരുണ കാണിക്കണം. അപ്പോൾ ഈശോ പറയുകയാണ്, നീ എഴുന്നേറ്റ് നിൽക്കുക. നീ ഇവിടെ വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. നിന്നെ സഹായിച്ചത് ഈ വീട്ടുടമസ്ഥനാണ്. അവൻ നിന്നെ കല്ലെറിഞ്ഞില്ല, ഓടിച്ചു കളഞ്ഞില്ല. അങ്ങനെ പലരുടെ സഹായം കൊണ്ട് നീ ഇവിടെ എത്തി. നീ അങ്ങനെ കൂടുതൽ ഇതിനർഹിക്കുന്നു. ഈശോ അവനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുകയും സൗഖ്യമാകട്ടെ എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവൻ പൂർണ്ണമായി സൗഖ്യമായി. അവൻ്റെ ദേഹത്തുണ്ടായിരുന്ന വ്രണങ്ങളെല്ലാം കരിഞ്ഞു. ആ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൻ്റെ മാർദ്ദവമുള്ള ആ ത്വക്കും തൊലിയുമെല്ലാം ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. അവൻ ഈശോയുടെ കാൽക്കൽ വീണ് സാഷ്ടാംഗ പ്രണാമം ചെയ്യണമെന്നുണ്ട്. പക്ഷേ അവനറിയാം ഒരു കുഷ്ഠരോഗിക്ക് അത് അനുവദനീയമല്ല. അവൻ ഈശോ പറയുന്നതനുസരിച്ച് ആ നിയമത്തിൻ്റെ മുമ്പിൽ, പുരോഹിതൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടി പോവാൻ ഈശോ കൽപ്പിക്കുന്നു. അങ്ങനെ അവൻ്റെ ജീവിതം എന്നോട് കരുണയായിരിക്കണമേ. ഈശോ പറയുന്നുണ്ട്, ഇനിയും പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക. ഇത് കഴിഞ്ഞ് ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന അതിലേക്ക് 6 ശിഷ്യന്മാർക്കും ഈ പുതിയതായിട്ട് വന്നവ 2 പേർക്കും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അന്നത്തെ കാലത്ത് കുഷ്ഠരോഗി മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. അവർ പക്ഷേ അത് കാണുന്നു. അവർ അത്ഭുതസ്തബ്ധരായിട്ട് മാറുന്നു. അവർക്കൊരു ഞെട്ടലുണ്ടാകുന്നു. ഒരു നിമിഷം കൊണ്ട് ഇത്ര ചീഞ്ഞളിഞ്ഞ വ്രണം ഇതെല്ലാം
പൂർണ്ണമായിട്ട് സൗഖ്യം നേടുന്നു. അപ്പോൾ ഇത് അവരെ കൂടുതൽ ചിന്തിപ്പിക്കുവാനുള്ള ഒരവസരമായിട്ട് മാറുന്നു. പിന്നെ ഈശോ ആ വന്ന രണ്ടുപേരോടും സംസാരിക്കുകയാണ്. ആദ്യത്തെ സംസാരിക്കുന്ന യൂദാസ് കറിയാത്ത ആണ്. യൂദാസ് കറിയാത്ത പറയുന്നു, നീ ദേവാലയത്തിൽ പ്രസംഗിച്ച അത് ഞാൻ കണ്ടു, ഞാൻ കേട്ടു. നിന്റെ ഒരു രാജകീയമായിട്ടുള്ള അങ്ങ വിലോപങ്ങളും എല്ലാം അതെല്ലാം കാണിക്കുന്നത് നീ രാജകീയമാണ്. എനിക്ക് നിന്റെ ആ സംഭാഷണങ്ങളും പ്രസംഗങ്ങളും അതെല്ലാം എനിക്ക് നിന്നെ അനുഗമിക്കണം. നീയാണ് രക്ഷകൻ. നിന്നെ അനുഗമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, എൻ്റെ വഴി നിനക്കറിയാമോ? അപ്പോൾ യൂദാസ് പറയുന്നു, അവൻ ജ്ഞാനമുള്ളവനാണ്, അവൻ ദേവാലയവുമായി ബന്ധപ്പെട്ടവനാണ്. അവൻ പറയുന്നു, നീ മഹത്വത്തിലേക്കാണ് പോകുന്നത്. ഈശോ പറയുന്നു, ആ മഹത്വത്തിലേക്കുള്ള ആ പോക്ക്, യാത്ര, അത് വ്യത്യസ്തമാണ്. അത് ലോകത്തിൻ്റെ മഹത്വമല്ല, ദൈവത്തിൻ്റെ മഹത്വമാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെത്താൻ ത്യജിക്കണം. അവരുടെ ഉള്ളിലുള്ള ശത്രുവിനെ അവർ തോൽപ്പിക്കണം. അതുപോലെ ലോകത്തിൻ്റെ ശത്രുവിനെ അവർ തോൽപ്പിക്കണം. പിശാചെന്ന ശത്രുവിനെ അവർ തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു. ബാഹ്യമായിട്ടുള്ളതിൽ കവിഞ്ഞ് ആന്തരികമായിട്ടുള്ള ഈ പരിവർത്തനം, ഇതാണ് എൻ്റെ അനുഗമിക്കുന്നവർ ചെയ്യേണ്ട കാര്യം. ഈശോ അങ്ങനെ പറയുമ്പോൾ ഈ യൂദാസ് കറിയാത്ത ആഴത്തിൽ അനുതപിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ സങ്കല്പത്തിൽ ഈശോ ഒരു രാജാവ്, മക്കബിയനേക്കാളും ശക്തനായ ഒരു വ്യക്തിത്വം, അവൻ അത്ഭുതം ചെയ്യുവാനും ശക്തി, അങ്ങനെയുള്ളവൻ്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ ഈ ലോകത്തെ എനിക്ക് ലൗകികമായിട്ട് തന്നെ കീഴടക്കാം. ഈ സങ്കല്പത്തിൽ നിന്ന് അവൻ മാറുന്നില്ല. ഇത് മനസ്സിലാക്കി ഈശോ പറയുന്നുണ്ട്, നീ ഒരു ആത്മശോധന ചെയ്യുക. നീ മനസ്സിലാക്കുക, ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരണം, ദൈവം ആരാണ്, ദൈവത്തിലേക്കുള്ള കടന്നുപോക്കൽ ഞാൻ എന്തൊക്കെ മാറ്റം വരുത്തണം. ഇതെല്ലാം ഈശോ ആ യൂദാസ് കറിയാത്തയോട് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, പെന്തക്കോസ്താ തിരുനാളിന് ഞാൻ ഇനിയും വരും. അപ്പോൾ നീ എന്നെ വന്ന് കാണുക, നീ ആത്മശോധന ചെയ്യുക, ചെയ്തിട്ട് നല്ല തീരുമാനമെടുത്ത് പിന്നീട് വരിക. അങ്ങനെ യൂദാസിനെ പറഞ്ഞു വിടുന്നു. പിന്നീട് അവിടെ ഉള്ളത് തോമസാണ്. തോമസും ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. തോമസ് ഇപ്പോൾ പറയുന്നത്, എനിക്ക് പേടിയാവുന്നു. കാരണം നീ പറഞ്ഞതൊന്നും ഒരുപക്ഷെ എനിക്ക് ചെയ്യാൻ വലിയ പ്രയാസം വരാം. കാരണം നീ അതുമാത്രം ഉയരത്തിലാണ്, ഞാൻ അത്രമാത്രം താഴെയുമാണ്. നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. തോമസ്, ദിദിമോസിൽ നിന്നുള്ള തോമസ്. ഈശോ പറഞ്ഞു, ഈ പേര് ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ അവനെയും പെന്തക്കോസ്തിന് കാണാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. അപ്പം ഇവർ രണ്ടുപേരും പിന്നീട് ശിഷ്യന്മാരാകുകയാണ്. ആ തീഷ്ണനായ സൈമണും ശിഷ്യനാകുന്ന അത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ഇതായിരുന്നു ഈശോയുടെ മനോഭാവം. നമുക്കിവിടെ മറ്റൊരു കാര്യം കൂടെ കാണാൻ പറ്റുന്നത് ഇതാണ്. നമ്മൾ കാണുന്നത് ആ ദേവാലയത്തിൽ നിന്ന് അവരെ പുറത്താക്കുന്ന അവസരത്തിൽ വിശുദ്ധ യോഹന്നാൻ ഈശോയെ അനുഗമിക്കുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ എടുത്തു കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നുള്ള സ്നാപക യോഹന്നാൻ്റെ വാക്യം കേട്ടിട്ടാണ്. ആ കുഞ്ഞാടിനെ അനുഗമിച്ചതാണ് ജോണ്. അതേസമയം ഇപ്പോൾ ഈ യൂദാസ് കറിയാത്ത അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രാജകീയ പ്രൗഢിത്യത്തെയാണ്. അപ്പോൾ ഈ സങ്കല്പങ്ങൾ നമ്മൾ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മളെ എത്തിക്കുന്നത് രണ്ട് തലത്തിലേക്കായിരിക്കാം. ഇതൊക്കെയാണ് ഒരുപക്ഷെ ദൈവം നമ്മളോട് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്.
നമുക്കതിനു വേണ്ടി നമ്മുടെ ഹൃദയത്തെ പരിവർത്തനത്തിലേക്ക് നയിക്കാം. ആമേൻ.